അപ്പോൾ എന്നത്തെയും പോലെ നമ്മുടെ ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്തു എന്ന് ഞാൻ പറയണില്ല. കാരണം എന്നത്തെയും പോലെയല്ല ഓരോ ദിവസങ്ങളും. ഓരോ ദിവസത്തിനും ഓരോരോ പ്രത്യേകതകളുണ്ടല്ലോ. അപ്പം ഇന്ന് ആദ്യം തന്നെ വെള്ളം വെച്ചു. ജോക്കുനുള്ള ബൂസ്റ്റ്, അവനുള്ള അപ്പവും കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ കൊടുത്തു. കാരണം ഇന്ന് ആൾക്ക് ടൂറിന് പോകാനുണ്ട്. ഇന്നലെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ? അപ്പോൾ അത് തന്നെ ആദ്യം കൊടുത്തു. പിന്നെ ഞാൻ ഉണ്ടാക്കിയത് നെയ്ച്ചോറാണ് കേട്ടോ. നെയ്ച്ചോറിന് കാണാൻ വലിയ ഗുമ്മൊന്നും ഇല്ലെങ്കിലും ടേസ്റ്റ് അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ, കഴിക്കാം കേട്ടോ. കാരണം ഞാൻ ഉണ്ടാക്കിയതിൽ ഹസ്ബൻഡ് എന്നോട് നല്ലതാണ് എന്ന് പറഞ്ഞത് ഇതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്കത് ഉണ്ടാക്കാനും ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും ചിലപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ വലിയ സെറ്റപ്പിലേക്ക് എത്താറില്ല, അല്ലെങ്കിൽ വലിയ അഭിപ്രായങ്ങളൊന്നും കിട്ടാറില്ലെങ്കിലും എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുക്ക് ചെയ്ത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതും അവരത് കഴിക്കുന്നതും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ ഉണ്ടാക്കി, അതൊക്കെ ഞാൻ പാക്ക് ചെയ്യുക മീൻസ് പാത്രത്തിലാക്കി. അപ്പോൾ പാത്രത്തിലൊക്കെ ആക്കി ചൂടോട് കൂടിയിട്ടാണ് കേട്ടോ പാത്രത്തിലാക്കണത്. ഇന്ന് ഉണ്ടാക്കിയതിന് കുറച്ച് കുഴഞ്ഞു പോയി. കാരണം ഞാൻ സാധാരണ ഉണ്ടാക്കുമ്പോൾ കുക്കറിലല്ലേ ഉണ്ടാക്കണത്. കുക്കർ എന്താ നെയ്ച്ചോറ് എന്ന് പറയും. സാധാരണ ഉണ്ടാക്കുമ്പോൾ 2 വിസിലടിക്കാറ്. അപ്പോൾ എന്നോട് പറഞ്ഞു കുറച്ചും കൂടെ ഒന്ന് വീഴ്ച കൊള്ളായിരുന്നു എന്ന്. അങ്ങനെ ഞാൻ 3 വിസിലടുപ്പിച്ചു. പക്ഷെ ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെ ഉണ്ട് എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു കുറച്ച് വേവ് കൂടിപ്പോയി. എനിക്കും തോന്നിയിട്ടോ, ഞാനിന്ന് കഴിച്ചപ്പോൾ എനിക്കും തോന്നി കുറച്ച് വേവ് കൂടിപ്പോയിന്ന്. പിന്നെ എന്താ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറേ വെജിറ്റബിൾസ് കാര്യങ്ങളൊക്കെ ഞാനിടും. അതുപോലെ നമ്മുടെ ക്യാരറ്റ്, അതുപോലെ നമ്മുടെ ബീൻസ്, ഇതിനകത്ത് ഇട്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നണു. ക്യാരറ്റും ബീൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടും. അപ്പോൾ ആ ഒരു പ്രോട്ടീൻ കണ്ടൻറ്റോടെ കിട്ടുമല്ലോ. അല്ലാതെ ഈ പച്ചക്കറിയൊക്കെ ആരാ കഴിക്കുക? അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ ഞാൻ സോസ് തപ്പണ പറക്കം പാച്ചിലാട്ടെ കാണുന്നത്. സോസ് തപ്പിയിട്ട് ഫ്രിഡ്ജിൻ്റെ എൻ്റെ കയ്യിൽ ക്യാമറ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് അങ്ങ് എത്തണില്ല. അപ്പോൾ സോസ് കിട്ടി. സോസൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് ശരിക്കും ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. ഡെക്കറേറ്റ് ചെയ്തിരിക്കണ കാണാൻ നല്ല ഭംഗിയുണ്ട്. 5 ഉമ്മ പറഞ്ഞാൽ കേട്ടോ, ടേസ്റ്റ് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ പുന്നാരമുത്ത് ടൂറ് പോവാണ് കേട്ടോ. ഭയങ്കര സന്തോഷമാണ് കേട്ടോ ആൾക്ക്. ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല. കാരണം ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ചിട്ട് അമ്മയെ രാവിലെ ആയോ എന്ന് ചോദിക്കുകയായിരുന്നു. ആൾക്ക് ടൂറ് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട്. അത് പുറത്തോട്ട് നോക്കി മഞ്ഞാണത്, മഞ്ഞുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ടാറ്റ തന്നിട്ട് പോകട്ടെ. അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, എടാ നീ അപ്പച്ചോട് പറഞ്ഞോ, നീ അപ്പച്ചോട് പറയാണ്ടാണോ നീ പോണേന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി ആദ്യമൊന്നും മൈൻഡ് ചെയ്തില്ല. പിന്നെ പുള്ളിയോട് ഒന്നുകൂടെ ഞാൻ പറഞ്ഞു ചെന്ന് പറ, എന്നിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പുള്ളി ഓടി വരിക കേട്ടോ. പുള്ളി ഓടാൻ പോവാണ് കേട്ടോ. പുള്ളി ആ ഒരു എക്സൈറ്റ്മെൻറ്റ് തന്നെ തിരിച്ച് ഓടി വരാം കേട്ടോ. തിരിച്ച് ഓടി വന്നിട്ട് അപ്പച്ചേ ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് പുള്ളി പോവുക. അപ്പോൾ അവനും കൂടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ ഒരു വല്ലാത്തൊരു മൂടോട്ടമുണ്ട്. കാര്യം അവനുണ്ടെങ്കിൽ ഞങ്ങളിപ്പോഴും ഇടിയാക്കിയിരിക്കുമ്പോൾ. പക്ഷെ ആൾ പോയി കഴിയുമ്പോഴത്തേക്ക് എന്തോ വീട് ഉറങ്ങിയല്ല. അതിപ്പോൾ സ്കൂളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അവൻ വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കും. അപ്പോൾ ഇന്ന് ഒരു 8 മണിയൊക്കെ ആകുമ്പോഴേ എത്തുള്ളൂ. അത് കഴിഞ്ഞ് എൻ്റെ കലാപരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അവൻ പോയി കഴിഞ്ഞ് കുറച്ചും കൂടെ ഒന്ന് ഫ്രീ ആവുമല്ലോ. അപ്പോൾ ബാക്കി കാര്യങ്ങളിലേക്ക് ഞാൻ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ ക്യാമറ അവിടെ എവിടെയൊക്കെ ആയിരിക്കും കേട്ടോ വയ്ക്കുന്നത്. കാരണം പിടിക്കാനും ഒക്കെ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കണ്ടേ. അപ്പോൾ ക്യാമറ അവിടെ വെച്ചിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും. അപ്പോൾ അതിനിടയ്ക്കൊക്കെയാണ് കേട്ടോ വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കുക. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഇനി ഉച്ചത്തേക്കുള്ള കറി ഉണ്ടാക്കണം. അതുപോലെ കുഞ്ഞാവിടയ്ക്ക് എണീക്കും, കുഞ്ഞാവിനെ കുളിപ്പിക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവനെ ഇടയ്ക്ക് ഉറക്കണം. അവന് പനി കഫക്കെട്ടൊക്കെ ആയിരുന്നു. കഴിഞ്ഞ 5 ദിവസമായിട്ട് ഒട്ടും വയ്യായിരുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുമായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ അധികം മൈൻഡ് ചെയ്തില്ലായിരുന്നു ആദ്യം. പക്ഷെ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കരുത്, കുഞ്ഞു പിള്ളേരല്ലേ. അത് കഴിഞ്ഞ് എനിക്ക് ഭയങ്കരമായിട്ട് വിശന്നു കേട്ടോ. കാരണം നമ്മളിങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്ത് വരുമ്പോഴത്തേക്കും ഒരു സമയം നമുക്ക് നന്നായിട്ട് വിശക്കും. അപ്പോൾ ഞാൻ നന്നായിട്ട് കട്ടൻ ചായ കുടിക്കണം. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഞാൻ കട്ടൻ ചായ നന്നായിട്ട് കുടിക്കും. അപ്പോൾ ഇന്ന് ആ നെയ്ച്ചോറിൻ്റെ ബാക്കി വന്നു കേട്ടോ. പണ്ട് കാലത്ത് അമ്മമാരൊക്കെ കഴിക്കില്ല, എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ കഴിക്കുന്നത്. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് അങ്ങ് കുശാലായിട്ട് അടിച്ചു. അപ്പോൾ എൻ്റെ കണവൻ പോണു. ഭയങ്കര സങ്കടം വന്ന്. അപ്പോൾ ആൾ പോയി. ഞാനിപ്പോൾ ഇനി ഒറ്റയ്ക്കെന്ന് അറിയില്ല. അപ്പച്ചേൻ്റെ കുഞ്ഞാവയൊക്കെ ഉണ്ട്. പക്ഷേ എല്ലാവരും പറയുമ്പോൾ ഒരു വിഷമമാണ്. അപ്പോൾ അതേ കണ്ടോ, എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് ഞാൻ പറയില്ല, എന്തിനു വേണ്ടി തിളയ്ക്കുന്ന മപ്പാസും പരിപ്പ് കറിയും. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ എനിക്കിങ്ങനെയൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ കറിവേപ്പില വെച്ചിട്ട് കറിവേപ്പില വയ്ക്കേണ്ടത് തന്നെ ഞാൻ ഒറ്റ സൗണ്ട് ഞാൻ തീർക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കറിയിലിടണതും ഇങ്ങനെയൊക്കെയാണ്. കറിയിൽ ഒരുപാട് കറിവേപ്പിലൊക്കെ, പക്ഷേ ഞാൻ കഴിക്കുകയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതെന്താ, അത് നമ്മൾ രാവിലെ തുണി കലക്കിയത് ഇനി മടക്കാനുണ്ട്. ഒരു ലോഡ് തുണിയുണ്ട്. അമ്മ വന്നു, കുഞ്ഞാവിടെ അടുത്തുണ്ട്. അപ്പോൾ തുണികളൊക്കെ മടക്കി ഓരോ സെക്ഷനായിട്ട് ഞാൻ തിരിച്ച് വയ്ക്കും. കാരണം എളുപ്പത്തിന് നമുക്ക് അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവന്ന് വയ്ക്കാം. അപ്പോൾ എളുപ്പത്തിന് കൊണ്ടുവന്ന് കുഞ്ഞാവയുടെയും ജുക്കുവിൻ്റെയും മമ്മിയുടെയും എല്ലാവരുടെയും ഡ്രസ്സൊക്കെ ഇങ്ങനെ മടക്കി വെച്ചു. വൈകുന്നേരത്തെ ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മമ്മി ഉണ്ടാക്കിയ ഗോതമ്പിൻ്റെ പിടിയാണ് കേട്ടോ.
അപ്പോൾ അതുണ്ടായിരുന്നു. ഞാൻ പീസ് കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതുണ്ടായിരുന്നു. പരിപ്പ് കറി ഉണ്ടായിരുന്നു, മപ്പാസ് ഉണ്ടായിരുന്നു. ജോക്ക് ഒത്തിരി ലേറ്റ് ആയിട്ട് വന്നത്, 8:30 ആയപ്പോഴെങ്ങാണ്ടാണ് ജോക്ക് എത്തിയത്. ആകെ വാടി തളർന്നാണ് എത്തിയത്. ചോദിച്ചിട്ടൊന്നും പറയണമെന്നും ഉണ്ടായിരുന്നില്ല, ഒരു മൈൻഡൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആളാകെ മൂടോട്ടായിരുന്നു. കണ്ടപ്പോൾ ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു, ആൾ വന്നത് നോക്കിയിരിക്കുകയായിരുന്നു. പക്ഷേ ആൾക്കൊരു മൈൻഡ് ഉണ്ടായിരുന്നില്ല. ആൾ നേരെ വന്നു, കിടന്നു, ആലോചനയിലാണ് കേട്ടോ. ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആൾ പറഞ്ഞു, ടൂറ് കഴിഞ്ഞു, എനിക്കിപ്പോൾ പോകണം, എനിക്ക് എവിടെയെങ്കിലും പോകണം, നാളെ പോകണം. പറഞ്ഞത് നമുക്കും മനസ്സിലാവുമല്ലോ, നമ്മൾ ഈ കാലഘട്ടത്തിലൂടെയല്ലേ പോയേക്കണത്, അതുകൊണ്ട് മനസ്സിലാവും കാര്യങ്ങളൊക്കെ. കുഞ്ഞാവയും ജോക്കും ഒക്കെ കിടന്നുറങ്ങി. അപ്പോൾ നമ്മൾ എഡിറ്റിങ്ങിലുള്ള പരിപാടികളാണ്.